എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിനെ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. എക്സ്പ്രസ് ഹൈവേസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മുഖ്യമായ കാരണം കുറഞ്ഞ സമയം കൊണ്ട് വളരെയധികം ദൂരത്തേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണിത്. മാത്രമല്ല വളരെയധികം ഗുഡ്സ് ആൻഡ് സർവീസ് ഇതുവഴി പാസ് ചെയ്യുമ്പോൾ എക്കണോമിക്കലി ഒരു രാജ്യത്തിന്റെ വളരെയധികം ഉയർച്ചയ്ക്ക് അത് കാരണമാകും. ട്രാവൽ കംഫർട്ടിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയും സേഫ് ആയിട്ടുള്ള ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയും ഇത് സഹായകമാകും. ഇതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാറുമുണ്ട്. എന്നാൽ ഈ ഹൈവേകളുടെ കണ്ടീഷൻ എല്ലായിടങ്ങളിലും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല കാണാറുള്ളത്. ചിലയിടങ്ങളിൽ എക്സ്ട്രീംലി പുവർ കണ്ടീഷനിൽ ഇരിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലയിടങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹൈവേയിൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇന്റർനെറ്റിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഒരു ഹൈവേയിൽ കൂടി ഒരു ഹ്യുണ്ടായി ക്രെറ്റ കാർ വരുന്നതായിട്ട് കാണാം. ഒരു സെറ്റ് ഓഫ് ബാരിക്കേഡും അവിടെ വച്ചിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ആ ക്രെറ്റ കാർ ബാരിക്കേഡ് ക്രോസ് ചെയ്യുന്ന ഉടനെ തന്നെ കൺട്രോൾ ലോസ് ആയി കാറ്റിൽ പറക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ആ കാറിന്റെ എല്ലാ വീലും എയറിലാണ്. ശേഷം വീണ്ടും ജമ്പ് ആകുന്നതായിട്ടും കാണാം. ഒരു വലിയ അപകടത്തിൽ നിന്നാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. ബാക്ക് ടു ബാക്ക് ആയിട്ട് അതേപോലെ തന്നെ ഒരു കിയ സെൽറ്റോസും ടാറ്റ ഇൻഡിക്കയും കാറ്റിൽ പറക്കുന്നതായിട്ട് കാണാം. ഈ വീഡിയോയിൽ കാറുകൾ പറക്കുന്നതിന്റെ മുഖ്യമായ കാരണം അൺവാണ്ടഡ് ഇൻഡന്റേഷൻ ആണ്. അതായത് റോഡ് ശരിയായിട്ട് ലേ ചെയ്യാത്തതിന്റെ കാരണം കൊണ്ട് വലിയ ഒരു സ്ലോപ്പും ഹമ്പും ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെത്തുമ്പോൾ വാഹനങ്ങൾ റോഡുമായി ബന്ധമില്ലാത്ത രീതിയിൽ ഉയരുകയും താഴുകയും ചെയ്യും. ഇതൊരു ഹൈവേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും 80 കിലോമീറ്റർ സ്പീഡിലും 100 കിലോമീറ്റർ സ്പീഡിലും ഒക്കെ ആയിരിക്കും വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്. മറ്റു ചിലർ 120ഉം 140ഉം കിലോമീറ്ററിൽ വരെ ഡ്രൈവ് ചെയ്യാറുണ്ട്. റോഡ് എം ടി ആയിരിക്കുന്ന സമയത്ത് അതൊരു പ്രശ്നമല്ലെങ്കിൽ കൂടി റോഡിന് നിശ്ചയിച്ചിട്ടുള്ള സ്പീഡിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവരുടെ ജീവനും നമ്മുടെ ജീവനും വിലപ്പെട്ടതാണ്. ഇങ്ങനെ വാഹനങ്ങൾക്ക് റോഡുമായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന റോഡ് എന്ന് പറയുന്നത് മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേ ആണ്. പലരും ഈ വീഡിയോയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ബാരിക്കേഡ് അവിടെ വച്ചിട്ട് കൂടി എന്തുകൊണ്ട് ഇത്രയും സ്പീഡിൽ പോയി എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഈ വീഡിയോ വൈറലായതിനു ശേഷം മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഇൻസിഡന്റ് കൺഫേം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി കോൺട്രാക്ടർക്ക് 50 ലക്ഷം രൂപ പിഴ വിധിച്ചിട്ടുണ്ട്. മാത്രമല്ല എക്സ്പ്രസ് ഹൈവേയിൽ ഉണ്ടായ ഇത്രയും വലിയ പ്രശ്നത്തെ ഫിക്സ് ചെയ്യാതെ ബാരിക്കേഡ് കൊണ്ട് മറച്ചത് വലിയൊരു അപകടത്തിന് വഴിവെച്ചേനെ എന്നുള്ള ഒരു കൺസേണും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ സെക്ഷനിൽ ഉണ്ടായിരുന്ന എഞ്ചിനീയറിനെയും മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഇൻസിഡന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഹൈവേയിൽ യാത്ര ചെയ്യുമ്പോൾ റോഡ് എം ടി ആയിരുന്നാൽ കൂടി മിതമായ സ്പീഡിൽ മാത്രം യാത്ര ചെയ്യുക. അങ്ങനെയെങ്കിൽ കണ്ണിൽ കാണാത്ത ഈ വലിയ അപകടങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാം. 120-150 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു ഹമ്പ് ഉണ്ടായാൽ കൂടി അതൊരു വലിയ അപകടമായി ഭവിച്ചേക്കാം. ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. മാത്രമല്ല നിങ്ങളൊരു ഹൈവേയിൽ യാത്ര ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് കൂടി പറയുക. എല്ലാവർക്കും വണക്കം.